ഹലോ ഫ്രണ്ട്സ്, ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ കൂട്ടുകാർ പറഞ്ഞൊരു ഡൗട്ടാണ്. അതാണ്ട് പബ്ജി പ്ലെയർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ചോദിച്ചൊരു ഡൗട്ടാണ് ഞാൻ ഇന്നിവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സിലെ മാന്ത്രിക കല്ലുകളുടെ ശക്തികളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സിലെ 12 മാന്ത്രിക കല്ലുകളുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ 12 മാന്ത്രിക കല്ലുകളുടെയും സ്പെഷ്യൽ പവേഴ്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തേത് കോഴി മാന്ത്രിക കല്ല്, റൂസ്റ്റർ തലിസ്മാൻ. അപ്പോൾ ഇതിൻ്റെ ശക്തിയാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ പറക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ശക്തി. ഈ റൂസ്റ്റർ തലിസ്മാനെ കോഴി മാന്ത്രിക കല്ലെന്നുമാണ് പറയുന്നത്. ഇത് ഒരു ജാക്കി ചാൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഈ ഒരു റൂസ്റ്റർ തലിസ്മാൻ്റെ. ഇതൊരു ഷീൽഡിൻ്റെ അകത്താണ് കാണുന്നത്. ഇതിനെ പറ്റിയാണ് ആ ഒരു ആദ്യത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഷിൻഡു ആരാണ്, അതുപോലെ തന്നെ വാൾട്ടർ ആരാണ്, അതുപോലെ തന്നെ ഡാർക്ക് ഹാൻഡ് ആരാണ്, അതിനെയൊക്കെ പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സിലെ ആദ്യത്തെ എപ്പിസോഡ്. അപ്പോൾ ഇതിൻ്റെ ശക്തി പറക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ മാന്ത്രിക കല്ല് കാളമന്ത്രക്കല്ലാണ്. ഈ കാളമന്ത്രക്കല്ലിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ പവറാണ്, ഭയങ്കര ശക്തി കിട്ടും. ഈ ഒരു മാന്ത്രികക്കല്ല് നമ്മുടെ കിട്ടിയ ഈ ഒരു മാന്ത്രികക്കല്ല് കാണുന്നത് ടോറോ ഫർട്ടിൽ, അതായത് നിങ്ങൾക്കറിയാവുന്ന ഭയൽവാൻ്റെ നെറ്റിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മുഖംമൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വീരവാദിയുണ്ട്. ഞാനിട്ട മുഖംമൂടി ഒരിക്കലും ഊരില്ല. ആ ഒരു ഇത് വെച്ചിട്ടാണ്, കൺസെപ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖംമൂടിയുടെ മേലിൽ കൊണ്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആരും അതിനകത്ത് പിടിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ബലമാകാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ മാന്ത്രികക്കല്ല് നമ്മുടെ കിട്ടിയാൽ നമുക്ക് ബലം വരും എന്ന് പറഞ്ഞാൽ ഒരു ആനയെ വരെ അടിച്ചിടാൻ പറ്റുന്ന ബലം കിട്ടും. അതുകൊണ്ടാണ് ഭയൽവാൻ എല്ലാ റെസ്ലിങ്ങിലും ജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ബാബു, അതായത് പക്കു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലെ പേര്. മലയാളത്തിൽ വന്നപ്പോൾ ബാബു എന്നാക്കി, ബാബു. ഓക്കെ, ഇവർ ഈ ജാക്കി താലിസ്മാൻ അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്ത് ചെല്ലും, ഒരു പിരമിഡ് ചെല്ലും. പക്ഷേ പിരമിഡ് കാണത്തില്ല. അങ്ങനെ തിരിച്ച് ഈ ഒരു പോസ്റ്റർ കാണും. ആ പോസ്റ്ററിൽ ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിലിരിക്കുന്നത് പോലെ ഒരു ഇത് കാണും. അങ്ങനെയാണ് ഇദ്ദേഹം വലിയ റെസ്ലറാണ്, അദ്ദേഹത്തിനോട് റെസ്ലിച്ച് ജയിക്കാനൊക്കെ നോക്കും. പക്ഷേ ജാക്കി തോറ്റു പോകും. അവസാനം ജാക്കി ഇവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈ ടോറോ ഫർട്ടിലിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി ആ മാന്ത്രികക്കല്ലൂരി അവരുടെ കൊടുത്ത് അവസാനം അദ്ദേഹം ഒരു വലിയ ബലവാനാണെന്ന് അയാൾ സ്വയം തെളിയിക്കും. അങ്ങനെയാണ് ഈ ഒരു കാളമന്ത്രക്കല്ലിൻ്റെ എപ്പിസോഡ്. ഓക്കെ, കാളമന്ത്രക്കല്ലാണ് നല്ല എപ്പിസോഡ്. ലിസ്റ്റിലെ മൂന്നാമത്തെ തലിസ്മാനാണ് സ്നെക്ക് തലിസ്മാൻ. ഈ ഒരു തലിസ്മാന് വേറൊരു ശക്തിയുണ്ട്. ഇതിനെ പാമ്പ് മന്ത്രക്കല്ലെന്നും പറയും. ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ ഇൻവിൻസിബിൾ ആവാൻ സാധിക്കും. അതായത് ഈ മാന്ത്രികക്കല്ല് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് അദൃശ്യനായിരിക്കാൻ പറ്റും. ആർക്കും നമ്മളെ കാണാൻ പറ്റത്തില്ല, പിന്നെ നമുക്ക് മാത്രമേ ബാക്കിയുള്ളവരെ കാണാൻ പറ്റൂ. അതാണ് ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ ശക്തി. ഈ മാന്ത്രികക്കല്ല് ഇതിൻ്റെ കുറേ എപ്പിസോഡ് കഴിഞ്ഞിട്ട് വേറൊരു എപ്പിസോഡ് വരുന്നുണ്ട്, സ്നേക്ക് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് സീസൺ 2 അവസാനമായിട്ടാണ് എപ്പിസോഡ് വരുന്നത്. അതായത് ജാക്കിയും ജൂലിയും കൂടെ ഒരു വലിയൊരു കോട്ടയുടെ അകത്ത് പോയി ഇത് കണ്ടുപിടിക്കുന്നു. പെട്ടെന്ന് അവിടെ വേറൊരു ആൾക്കാർ വരുന്നു, ഇവരുമായിട്ട് അടിയുണ്ടാകുന്നു. ഇത് മ്യൂസിയത്തിൽ കൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ഭയങ്കര പ്രശ്നമാക്കി. അവസാനം ആ മാന്ത്രികക്കല്ല് ആ ടൂറിസ്റ്റുകാരെ കൊണ്ട് മ്യൂസിയത്തിൽ കൊടുക്കും. അവിടെ തൊട്ടാണ് ഈ ജാക്കി ചാൻ്റെ ഫസ്റ്റ് സ്നേക്ക് താലിസ്മാൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നത്. സീസൺ 2 ആയിരുന്നു അത്. അതിന് മുമ്പ് ഇറക്കിയതാണ് ഈ സീസൺ 1. അപ്പം അവർക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയതാണ്. ഓക്കെ, അപ്പം അത് അന്വേഷിച്ചാണ് ജാക്കി അവിടെ ചെല്ലുന്നതും വൈപ്പറിനെ കാണുന്നത്. വൈപ്പർ നിങ്ങൾക്കറിയാവുന്ന കല്ലിറാണിയെ കാണുന്നതും. അതുപോലെ തന്നെ കല്ലിറാണി പിങ്കുമ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു ഡയമണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ അറിയാതെ കല്ല് മാറിപ്പോവും. അവസാനം സ്റ്റാച്യു ഓഫ് ലിബർട്ടി വരെ അദൃശ്യമായി പോവും. അവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത്. അപ്പം സ്നേക്ക് തലിസ്മാൻ്റെ ശക്തി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻവിൻസിബിൾ ആണ് ഇതിൻ്റെ ശക്തി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത തലിസ്മാൻ, അതുപോലെ അടുത്ത മാന്ത്രക്കല്ല് ഏതാന്ന് നോക്കാം. അടുത്ത മന്ത്രക്കല്ലാണ് ഡ്രാഗൺ മന്ത്രക്കൽ, അതായത് ഡ്രാഗൺ തലിസ്മാൻ. ഈ ഒരു ഡ്രാഗൻ്റെ ശക്തി എന്താണ്? തീ തുപ്പി എല്ലാം നശിപ്പിച്ച് കളയുക. ആ ഒരു ശക്തിയാണ് ഈ ഡ്രാഗൺ തലിസ്മാൻ്റെ ശക്തി. എന്ന് വെച്ചാൽ ഇത് വെച്ച് ഏതൊരു സാധനത്തിനെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും. അതായത് ഇപ്പം ഇതിനകത്തുനിന്നൊരു തീയാണ് വരുന്നത്. ഈ ജാക്കി ചാൻ ഈ ഒരു ഇതെടുക്കാൻ പോകുമ്പോൾ ഒരു വലിയ അഗ്നിപർവ്വതത്തിൻ്റെ അടിയിലാണ് പോകുന്നത്. അവിടെ നിന്ന് ഈ താലിസ്മാൻ എടുക്കാൻ നോക്കുമ്പോൾ ഡാർക്ക് ഹാൻഡ് വരുന്നു. അവസാനം ഈ താലിസ്മാൻ ഡാർക്ക് ഹാൻഡിൻ്റെ കയ്യിൽ തന്നെ കിട്ടും. അവസാനം ഇത് വാൾമണ്ട് എടുത്തുകൊണ്ട് പോകും. അതായത് നിങ്ങൾക്കറിയാവുന്ന വാൾട്ടർ ഇത് എടുത്തുകൊണ്ട് പോകും. വാൾട്ടർ എടുത്തുകൊണ്ട് പോയിട്ട് ഷിൻഡു ഇവനെ ചതിക്കുകയാണെന്ന് വാൾട്ടറിന് മനസ്സിലാവും. അതായത് ഇവന് പൈസ ഒന്നും തരത്തില്ല, ഷിൻഡുവിന് ആവശ്യമുള്ള അവൾക്ക് കാര്യം കാണാൻ മാത്രമേ അവൾ നമ്മളെ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാൾട്ടർ ആണെങ്കിൽ ഈ തലിസ്മാൻ ഉപയോഗിച്ച് കൊള്ള നടത്തി അവസാനം ഇത് തിരിച്ച് ജാക്കിയുടെ കയ്യിൽ തന്നെ എത്തും. അത്രയാണ് ഈ ഡ്രാഗൺ തലിസ്മാൻ്റെ എപ്പിസോഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തലിസ്മാൻ ഡ്രാഗൺ തലിസ്മാനാണ്.
മാത്രമല്ല ഈ ഒരു മാന്ത്രിക കല്ല് ഉണ്ടെങ്കിൽ ഷിൻഡുവിന് അവളുടെ പഴയ ഷിൻഡു എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ആണ് തന്നെയാണ്. അതായത് ലാസ്റ്റ് ജാക്കി ചാൻ്റെ എപ്പിസോഡിൻ്റെ അവസാനം ഫാദർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സീസൺ 1, 2 ഇതിലൊക്കെ അവളെന്നൊക്കെയാണ് പറയുന്നത്. സത്യം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഷിൻഡോ കൺസെപ്റ്റ് ഈസ് നോൺ ആസ് ഫാദർ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ കൊച്ചു ടി വിയും ചുട്ടി ടി വിയും അതുപോലെ തന്നെ കൊച്ചു ടി വിയുടെ ബ്രാഞ്ചൊക്കെ എന്തിനാണ് ഷിൻഡു ഒരു ഫീമെയിലായിട്ട് കൺസിഡർ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ഈ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ജാക്കി ചാൻ്റെ ഈ ഒരു ഡ്രാഗൺ ടെലിസ്മാൻ ഇത് ഷിൻഡുവിന് കിട്ടിക്കഴിഞ്ഞാൽ ഷിൻഡു ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശക്തിശാലിയാവും. അപ്പം ഇതാണ് ഡ്രാഗൺ ടെലിസ്മാൻ, ഡ്രാഗൺ മന്ത്രക്കൽ. അടുത്തതാണ് നമ്മുടെ മന്ത്രക്കല്ലാണ് മുയൽ മന്ത്രക്കൽ. സാധാരണ ഒരു മുയലിൻ്റെ ശക്തി എന്താണ്? വേഗത. ആ ഒരു വേഗതയാണ് ഈ ഒരു മാന്ത്രികക്കല്ലിനുള്ളത്. ഈ ഒരു മാന്ത്രികക്കല്ല് നമ്മുടെ കിട്ടിയാൽ നമുക്ക് ഉസൈൻ ബോൾട്ടിനെ വരെ പൊട്ടിക്കാം. അതായത് നമുക്ക് ഭയങ്കര ഫാസ്റ്റിൽ ഓടാൻ പറ്റും. എത്ര സ്പീഡിൽ, 1 സെക്കൻഡിൽ വേണമെങ്കിൽ 1 കിലോമീറ്ററൊക്കെ പോവാം. ഭയങ്കര സ്പീഡാണ് ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ ശക്തി. ഈ ഒരു മാന്ത്രികക്കല്ല് ഒരു ആമയുടെ പുറത്താണ് കാണുന്നത്. അത് ഇച്ചിരി നല്ലോണം തിങ്ക് ചെയ്തിട്ടാണ് അത് അതിൻ്റെ പുറത്ത് തന്നെ കൊണ്ടുവച്ചത്. കാരണം ആമ എഴഞ്ഞെഴഞ്ഞ് പോകുന്നൊരു ജീവിയാണ്. അപ്പോൾ അതിന് ഇച്ചിരി സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മുയൽ മന്ത്രക്കല്ല് ഒരു ആമയുടെ ദേഹത്ത് കൊണ്ടുവച്ചത്. പിന്നെ ഈ ആമയെ തെരഞ്ഞു പോകുന്നു, ആമയെ കറി വയ്ക്കാൻ കൊണ്ടുപോകുന്നു, ജൂലി ഇത് തടയുന്നു. അങ്ങനെ കുറേ സാഹസങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് എടുത്ത് നോക്കാവുന്നതാണ്. ചിലപ്പോൾ BVTV അത് റിമൂവ് ചെയ്ത് കളയും, പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഈ റാബിറ്റ് ടെലിസ്മാൻ്റെ ശക്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ റാബിറ്റ് ടെലിസ്മാൻ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് എത്ര ഓട്ട മത്സരം വേണമെങ്കിലും ജയിക്കാം. അത്രയ്ക്ക് ഒരു ഭയങ്കര പവറാണ് ഈ റാബിറ്റ് ടെലിസ്മാൻ്റെ, ഭയങ്കര ശക്തിയാണ്. ഈ മാന്ത്രികല്ല് ആദ്യം ഡാർക്ക് ഹാൻഡ് TV-യിലൂടെയാണ് കാണുന്നത്. അതിന് മുമ്പ് ജൂലി കാണുന്നുണ്ട്. അങ്ങനെ ജൂലി ജാക്കിയെ വിളിച്ചിട്ട്, ജാക്കി ഇതാണ്ട് ഒരു ആമയുടെ പുറത്ത് മുയൽ മന്ത്രക്കല്ലിരിക്കുന്നു, നമുക്കത് ചെന്നെടുക്കാം. അങ്ങനെ ഈ ഡാർക്ക് ഹാൻഡും അതേപോലെ ഇത് കണ്ടു. അവസാനം അവരെല്ലാം അവിടെ ചെന്നിട്ട് മാന്ത്രികക്കല്ലെടുക്കുന്നു. ഭീമനാണ് ഇത് എടുക്കുന്നത്. പിന്നെ ലാസ്റ്റിൽ ഇത് ജാക്കിയുടെ കയ്യിൽ തന്നെ വന്ന് ചേരും. അങ്ങനെ ഭീമൻ ജാക്കിയെ അടിക്കുന്നു. അവസാനം ജാക്കി അവിടെ നിന്ന് ഒരു കരിയോയിലെടുത്ത് ഭീമൻ്റെ നേരെ ഒഴിക്കുന്നു. അപ്പോൾ ഭീമൻ അവിടെ തെന്നി വീഴുന്നു. അതായത് ടോറോ അവിടെ തെന്നി വീഴുന്നു. ടോറോയുടെ കയ്യിൽ നിന്ന് ഇത് പോകുന്നു. പക്ഷേ ജൂലിയും ആ ഒരു കപ്പലിൽ തന്നെ കയറി. ആ ഒരു ആമയെ കറി വയ്ക്കാൻ കൊടുത്തൊരു കപ്പലിൽ ജൂലി കയറി. ആമയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കയറി. അവസാനം ആ മാന്ത്രികക്കല്ലെടുക്കാൻ ഷാഡോ കോൺസ് വരും. ജാക്കി ഷാഡോ കോൺസും കൂടെ അടിയുണ്ടാക്കും. അവസാനം ഷാഡോ കോൺസിൻ്റെ അടിയും കൊണ്ട് ജാക്കിയുടെ കയ്യിൽ നിന്ന് ആ മാന്ത്രികക്കല്ല് തെറിച്ച് ജൂലിയുടെ കാലിൻ്റെ അടുത്ത് നിന്ന് വീഴും. അങ്ങനെ ജൂലി ആ ആമയെ പൊക്കിക്കൊണ്ട് കപ്പലിൻ്റെ അവിടെ നിന്ന് ചാടി കടലിൽ കൂടെ ഓടി അങ്ങ് പോകും. അതാണ് ഈ മുയൽ മന്ത്രക്കല്ലിൻ്റെ എപ്പിസോഡ്. മുയൽ മന്ത്രക്കല്ല് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാന്ത്രികക്കല്ല് തന്നെയാണ്. അടുത്ത മാന്ത്രികല്ലാണ് കുരങ്ങ് മാന്ത്രികല്ല്, അതായത് മങ്കി ടെലിസ്മാൻ. ഈ ഒരു മാന്ത്രികല്ലിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ രൂപം മാറ്റാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ മനുഷ്യരെ നേരെ ഏതൊരു ഒരു രൂപമാക്കാൻ പറഞ്ഞാൽ, ഇപ്പം മനുഷ്യരുടെ നേരെ കാണിച്ചിട്ട് കുരങ്ങാവാൻ പറഞ്ഞാൽ കുരങ്ങാവും. കുരങ്ങല്ല, എല്ലാ ജീവിയാവും. അതായത് ഇപ്പം മുയലാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിയാൽ മുയലാവും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ആനിമലിനെ മറ്റൊരാളെ ആക്കാൻ പറ്റും. അതാണ് ഈ ഒരു കല്ലിൻ്റെ ശക്തി. ഈ കല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഹാൻഡ് അതുപോലെ തന്നെ ജാക്കിയും കാട്ടി ചെല്ലുമ്പോൾ ഡാർക്ക് ഹാൻഡ് ജൂലി ഒരു കുരങ്ങാക്കി മാറ്റും. അവസാനം ജൂലി അവിടെ കിടന്ന് കുറേ കോഫിറായങ്ങളൊക്കെ കാണിക്കും. ജാക്കിക്കൊന്നും മനസ്സിലാവത്തില്ല. അവസാനം ആ മാന്ത്രികക്കല്ല് ഡാർക്ക് ഹാൻഡ് ചെയ്യുന്ന ജൂലി തട്ടിപ്പറിച്ച് അവൾ തിരിച്ച് അതുപോലെ തന്നെ ആവും. പിന്നെ ആ മാന്ത്രികക്കല്ല് എടുത്തുകൊണ്ട് പോവും. അങ്ങനെ കുറേ സാഹസിക ഘട്ടങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അടുത്ത മന്ത്രക്കല്ലാണ് എലി മന്ത്രക്കൽ. എലി മന്ത്രക്കലിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ ജീവനില്ലാത്ത വസ്തുവിനെ ജീവൻ നൽകുക. അതായത് ജീവനില്ലാത്തൊരു വസ്തുവിന് നമ്മൾ ഈ മന്ത്രക്കല്ല് ഉപയോഗിച്ച് ജീവൻ നൽകാനായിട്ട് സാധിക്കും. ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ മാന്ത്രികക്കല്ല് ജൂലിയുടെ ഒരു കളിപ്പാട്ടത്തിലേക്ക് വീഴും. ജാക്കിയുടെ കാല് തടവാൻ നേരത്തൊരു പില്ലോയിൽ തട്ടി തെറിച്ച് ഭയങ്കരമായിട്ട് സംഭവിച്ച് ഒരു ബാറ്ററിയുടെ സൈഡിൽ ചെന്നങ്ങ് വീഴും. ടാഡ് ബോട്രോളിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞൊരു പാവ ഇങ്ങനെ നടന്നു പോകും. സൂപ്പറാണ്. അവസാനം സൂപ്പറാണ് ഈ ഒരു എലി മന്ത്രക്കല്ലിൻ്റെ സീസൺ. അടിപൊളി അല്ല ഈ ഒരു എപ്പിസോഡ്. ഈ ഒരു എലിക്കല്ലെന്ന് വെച്ചാൽ നമുക്ക്
ജീവനില്ലാത്ത വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു എലിക്കല്ലിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എലിക്കല്ലിൻ്റെ മന്ത്രശക്തി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അടുത്ത മന്ത്രക്കല്ലിലേക്ക് പോവാം. അടുത്ത മന്ത്രക്കല്ല് പന്നി മന്ത്രക്കല്ലാണ്, അതായത് പിഗ് ടെലിസ്മാൻ. ഈ ഒരു മന്ത്രക്കല്ലിൻ്റെ ശക്തി ഷൂട്ടിംഗ് പവറാണ്, അതായത് കണ്ണിൽ കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മുടെ ഡ്രാഗൺ മന്ത്രക്കല്ലിൻ്റെ ശക്തി പോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ ശക്തി കണ്ണിൽ കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രാഗൺ മന്ത്രക്കല്ല് കൈ വെച്ച് അല്ലെങ്കിൽ ആ കല്ല് വെച്ചിട്ട്, സ്പെസിഫിക് കല്ല് വെച്ചിട്ട്, ഈ ഒരു മന്ത്രക്കല്ലിന് നമ്മളുടെ ശക്തി കിട്ടിയാൽ കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മാന്ത്രികല്ലിൻ്റെ എപ്പിസോഡിലാണ് ആദ്യമായിട്ട് ഹക്ഫു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് കൊണ്ടുവരും. ഈ മന്ത്രക്കല്ല് എടുക്കാൻ വേണ്ടിയിട്ട് ഹക്ഫുവിനെയും ഭീമയും ഒരുമിച്ച് പറഞ്ഞു വിടും. ഈ ഒരു മന്ത്രക്കല്ലിൻ്റെ എപ്പിസോഡിൽ തന്നെയാണ് നായമന്ത്രക്കല്ല്. ആ നായമന്ത്രക്കല്ല് നമ്മൾ അടുത്തതായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു മന്ത്രക്കല്ല് കിട്ടുന്ന ഒരു ചോക്ലേറ്റിൻ്റെ കവറിനകത്ത് ഇങ്ങനെ കണ്ടിട്ടാണ് അവസാനം അവർ ആ ഒരു ഫാക്ടറി ചെല്ലുമ്പോൾ ആ ഫാക്ടറിയിലെ ഈ മറ്റേ നമ്മുടെ അടിക്കുന്ന ക്ലോക്ക് ഉണ്ടല്ലോ, കുക്കു ക്ലോക്ക് പോലുള്ള, അങ്ങനെയുള്ള ക്ലോക്കിൻ്റെ മേളിലൊരു പന്നിയുടെ തൊപ്പിയുടെ മേളിൽ ആയിട്ട് ഈ കല്ലിരിക്കും. അങ്ങനെയാണ് ഈ ഒരു മന്ത്രക്കല്ലിനെ കണ്ടുപിടിക്കുന്നത്. അവസാനം അവിടെ അവരെടുക്കാൻ ചെല്ലുമ്പോൾ ഹക്ഫു വരും. ഹക്ഫു വന്നിട്ട് ഇടിയായി. ഹക്ഫുവിന് സ്വയംഭങ്ങളുണ്ട്. അടിക്കുന്നതിൽ സിംഹമാടാ, ദേഷ്യം വരുന്നതിൽ ഇതാടാ എന്നൊക്കെ പറഞ്ഞ് സൂപ്പറാണ്. എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക. പന്നി മന്ത്രക്കല്ല് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. അതായത് ആരാണ് മികച്ചത് എന്ന് പറഞ്ഞ് അവസാനം ഭീമയെ പറഞ്ഞു വിടും. ഭീമ അവസാനം നമ്മുടെ അങ്കിളിൻ്റെയൊക്കെ കൂടെ വന്ന് ചേരും. അടിപൊളിയാണ്. ഇതിൻ്റെ കഥയൊക്കെ എഴുതിയിരിക്കുന്നത് നല്ലോണം ചിന്തിച്ചിട്ടാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഒരു മന്ത്രക്കല്ലിലേക്ക് പോവാം. അടുത്തത് നായമുദ്രയുള്ള മാന്ത്രികല്ല്. ഈ മാന്ത്രികല്ലിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ യൗവനത്തെ തിരികെ തരും. അതായത് നമ്മൾ നായകളെ നോക്കിയാൽ നമുക്ക് എപ്പോഴും മനസ്സിലായി, എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും. ആ ഒരു ശക്തി തന്നെയാണ് ഈ ഒരു മാന്ത്രക്കല്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. ഈ മാന്ത്രക്കല്ല് ഉപയോഗിക്കുന്നത് അങ്കിളാണ്. അങ്കിളിൻ്റെ ബർത്ത്ഡേ ദിവസം ഈ ഒരു മാന്ത്രക്കല്ല് ഗിഫ്റ്റായിട്ട് കൊണ്ടുവരും. അങ്കിൾ ആ മന്ത്രക്കല്ലിട്ടിട്ട് 50 വയസ്സ് കുറച്ച് കാണിക്കും. നല്ല രസമൊക്കെയാണ് കാണാനായിട്ട്. അപ്പം ഈ ഒരു മാന്ത്രക്കല്ലിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ യൗവനത്തെ തിരികെ തരും. ഈ ഒരു മാന്ത്രക്കല്ല് കിട്ടുന്നത് ഒരു വിൻഡ് മില്ലിൽ ചെന്നിട്ടാണ്. വിൻഡ് മില്ലിൽ ചെന്നിരിക്കുമ്പോൾ ഭീമൻ അവിടെ എത്തും. അവസാനം ജാക്കി ഭീമനും കൂടെ അടിയാവും. അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഈ മാന്ത്രികല്ലാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് പിഗ് സ്റ്റോൺ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പിഗ് സ്റ്റോൺ. ഓക്കെ, അപ്പം നായമന്ത്രക്കല്ലിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നായമന്ത്രക്കല്ലിനെ പറ്റി കൂടുതൽ നമ്മൾ പിഗ് സ്റ്റോണിൽ പറഞ്ഞായിരുന്നു നേരത്തെ. ഓക്കെ, അപ്പം ഇതാണ് നായമന്ത്രക്കല്ലിൻ്റെ ശക്തി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മന്ത്രക്കല്ലിലേക്ക് പോകും. അടുത്ത മന്ത്രക്കല്ല് ആടുമുദ്രയുള്ള മാന്ത്രികല്ല്. ഈ മാന്ത്രികല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂട് വിട്ട് കൂടുമാറുക, പ്രോജക്റ്റ് ഫോർ ആസ്ട്രൽ. അതായത് ഈ ഒരു മാന്ത്രികല്ലിൻ്റെ പ്രത്യേകത നമുക്ക് കൂട് വിട്ട് കൂട് മാറാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ നമുക്ക് വെളിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ എപ്പിസോഡിന് വേറെ പ്രത്യേകതയുണ്ട്. ഷിൻഡുവിൻ്റെ ആത്മാവ് പുറത്തു വന്ന് ജൂലിയുടെ ശരീരത്തിൽ കയറി അവളെ കൊണ്ട് സെക്ഷൻ 13 പോയിട്ട് ബാക്കി മാന്ത്രികക്കല്ലുകൾ മുഴുവൻ എടുപ്പിക്കാനുള്ള ഒരു ടെക്നിക്ക്. പക്ഷേ ക്യാപ്റ്റൻ ബ്ലാക്ക് അവളെ കൊണ്ടുവന്നത് മൂസ് വേൾഡിലേക്കാണ്. അവിടെ വെച്ചിട്ട് ജൂലി എന്താ പറയുക, ഷിൻഡുവിനെ പോലെ പെരുമാറും, അവിടെയുള്ള ആൾക്കാരെല്ലാം പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ എപ്പിസോഡ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കൊച്ചി ടി വിയിൽ കുറേ വട്ടം വന്നിട്ടുള്ളതാണ്. എൻ്റെ തുടക്കത്തിൽ ജാക്കി ഒരു ട്രെയിനിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ട്രെയിനിൽ നിന്ന് ചാടി നല്ല രസമാണ് ഈ എപ്പിസോഡ് കാണാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു മാന്ത്രക്കല്ലിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അടുത്ത മാന്ത്രക്കല്ലിലേക്ക് പോവാം. മന്ത്രക്കല്ലാണ് കുതിരമന്ത്രക്കല്ലിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ തകർന്നു പോയ ഒരു വസ്തുവിനെ തിരിച്ച് അതേ സ്ഥിതിയിലൊക്കെ തന്നെ ആക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു പേപ്പർ കീറിക്കഴിഞ്ഞാൽ ഈ കുതിരമന്ത്രക്കല്ല് ഉപയോഗിച്ച് ആ പേപ്പറിനെ തിരിച്ച് പഴയതുപോലെ ഒട്ടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം നോക്കി കുതിരമന്ത്രക്കല്ലിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു മന്ത്രക്കല്ലിൻ്റെ എപ്പിസോഡിൽ ഈ വാൾട്ടർ, അതായത് നമുക്കറിയാവുന്ന വോൾമണ്ട് ജാക്കിയെ പറ്റിക്കും. അതായത് ജാക്കിയുടെ അടുത്ത് ഒരു സ്റ്റോണിലേക്ക് അവിടെ മാന്ത്രികല്ലുണ്ടെന്ന് അറിയിച്ചിട്ട് ജാക്കി അത് എടുക്കാൻ വരുമ്പോൾ അതൊരു ഫേക്ക് മാന്ത്രികല്ലായിട്ട് അതിനകത്തൊരു ഇഞ്ചക്ഷൻ ജാക്കിയുടെ കയ്യിലേക്ക് പതിപ്പിക്കും. അങ്ങനെ പതിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ജാക്കി ഒരു കല്ല് പ്രതിമയായിട്ട് എന്നിട്ട് വാട്ടർ ഭീഷണിപ്പെടുത്തും. ബാക്കി മന്ത്രക്കല്ലെല്ലാം തിരിച്ചു തന്നാലേ ജാക്കിയെ പഴയ രീതിയിലാക്കാനുള്ള മരുന്ന് തരത്തുള്ളൂ. അവസാനം ജൂലി എല്ലാ മന്ത്രക്കല്ലും കൊണ്ടുവരും. പക്ഷേ അപ്പോഴത്തേക്കിനും ജാക്കി ഫുള്ള് കല്ലായി മാറും. പിന്നെ ഭീമൻ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ തിരിച്ച് മാറാനായിട്ടുള്ള ആ ലിക്വിഡ് താഴെയിട്ട് പൊട്ടിച്ച് കളയും. അങ്ങനെ ഈ ജാക്കി ഫുള്ള് കല്ല് പ്രതിമയാവും. അവസാനം ഈ ഒരു മാന്ത്രികക്കല്ല് ഉപയോഗിച്ചിട്ട് കല്ലായ ജാക്കിയെ തിരിച്ച് പഴയ സ്ഥിതിയിലാക്കും. അപ്പോൾ ഇതാണ് കുതിരമന്ത്രക്കല്ലിൻ്റെ എപ്പിസോഡും അതിൻ്റെ ശക്തികളും. ഓക്കെ, അടുത്തതാണ് മാന്ത്രികക്കല്ലുകളുടെ സീസണിലെ അവസാനത്തെ മാന്ത്രികക്കല്ല്, പുലിമന്ത്രക്കൽ. ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലെ നന്മയെ
രൂപമാക്കിയും തിന്മയെ മറ്റൊരു രൂപമാക്കിയും നമ്മളൊരു ഇതാക്കും, ട്വിൻസാക്കും. അതായത് നമ്മുടെ ഉള്ളിലെ ദുശ്ചിന്തകളെല്ലാം കൂടെ ഒരു രൂപമാവും, നമ്മുടെ ഉള്ളിലെ നന്മയെല്ലാം ഒരു രൂപമാവും. അങ്ങനെ ജാക്കിയെ രണ്ടാവും. അങ്ങനെ ജാക്കിയുടെ തിന്മ ചെയ്യുന്ന ജാക്കി വാൾട്ടറിൻ്റെ കൂടെ കൂടി ബാക്കി മന്ത്രക്കല്ലെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ഈ മാന്ത്രികല്ലെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കും. അവസാനം ഈ പഴയ പന്ന ജാക്കിയും നല്ല ജാക്കിയും കൂടെ ചേർന്ന് ഇവരെ അടിക്കും. ലാസ്റ്റ് മാന്ത്രികക്കല്ല് ബാക്കി പാതി ജൂലി എടുത്ത് അവളുടെ ഷൂലേസിലിടും. പക്ഷേ വാൾട്ടർ ജൂലിയെ തട്ടിക്കൊണ്ടുവരും. ബാക്കി മാന്ത്രികക്കല്ല് എവിടെയാണെന്ന് വാൾട്ടർ ചോദിക്കുമ്പോൾ ആണ് പുലി മാന്ത്രികക്കല്ലിൻ്റെ പവേഴ്സ് എബിലിറ്റീസ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ. ഓക്കെ. നിങ്ങൾക്കിനി ഏതെങ്കിലും എപ്പിസോഡ്സിൻ്റെ ഏതെങ്കിലും സീസണുകളുടെ റിവ്യൂ വല്ലതും ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഏത് എപ്പിസോഡാണ് വേണ്ടത് എന്ന് ഇപ്പോൾ തന്നെ ഇടുക.